പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സുകാരുടെ പുതിയ പാഠപുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ വിശകലനമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യത്തെ അധ്യായം GMG ഫർ എന്നുള്ളതാണ്. GMG ഫർ ഈ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്. GMG ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി ജീവിക്കുക എന്നാണ്. നാം നമ്മളായി തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ഓരോ കടമകളുണ്ട് അല്ലേ? ആ കടമകളൊക്കെ പൂർത്തീകരിച്ച് നമ്മൾ പൂർണ്ണരായിട്ട് ജീവിക്കുക. അപ്പോൾ ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കബീർദാസിൻ്റെ ഒരു ദോഹ തന്നിട്ടുണ്ട്. പോത്തി പടി പടി ജഗമുവ പണ്ഡിത് ഫയാ ന കോയി ഠായി ആഖർ പ്രേമ കാ ഭടേ സോ പണ്ഡിത് ഹോയി. ഭക്തകാല പ്രസ്ഥാനത്തിൻ്റെ വിശ്വവിഖ്യാതനായ കവിയാണ് കബീർദാസ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ദോഹ അതിമനോഹരമായ വളരെ വിശാലമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ദോഹയാണ് തന്നിരിക്കുന്നത്. പോഥി പടി പടി ജഗമുവ പണ്ഡിത് ഫയാ ന കോയി ഠായി ആക്കർ പ്രേമക്ക പടേ സോ പണ്ഡിത് ഹോയി. എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാവരും പണ്ഡിതരാവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണല്ലേ? എന്തും പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണ്ഡിതന്മാരാവാം അല്ലെങ്കിൽ മികവുള്ളവരാകാമെന്ന് ശ്രമിക്കുന്നവരാണ്. പക്ഷേ എന്ത് പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും അവർ പൂർണ്ണമാവണമെന്നില്ല, അവർ പൂർണ്ണരാകണമെന്നില്ല ആ ഒരു കാര്യത്തിലും. പക്ഷേ എന്ത് ചെയ്യാം? സ്നേഹമെന്ന അല്ലെങ്കിൽ പ്രേമമെന്ന ആ 2.5 അക്ഷരത്തിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും പണ്ഡിതനായി തീരാം എന്നാണ് കബീർദാസ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാതെ, മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരാതെ, സ്വന്തം സുഖം മാത്രം നോക്കി പണ്ഡിതനായി നടക്കുന്ന അല്ലെങ്കിൽ പണ്ഡിതനായി ഭാവിക്കുന്ന ഒരാൾക്ക് ശരിക്കും ഒരു പണ്ഡിതനായി തീരാൻ കഴിയില്ല. മറ്റുള്ളവൻ്റെ വിഷമവും ദുഃഖവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ശരിക്കുള്ള നല്ലൊരു മനുഷ്യനായിട്ട് തീരാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു വ്യക്തിയും ആരൊക്കെയായി തീർന്നാലും അവനിലെ സ്നേഹമെന്ന ആ ഒരു വികാരം ഉണ്ടാകണം അല്ലേ? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതീതമായി മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. ഓക്കെ, അപ്പോൾ വരും തലമുറയെ വാർത്തെടുക്കുന്നത് നല്ല പൗരന്മാരായിട്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഈ ദോഹ നിങ്ങൾക്കായി തന്നിരിക്കുന്നത്. കാരണം നാളത്തെ പൗരന്മാർ, നല്ല പൗരന്മാർ നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങളിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പാഠങ്ങൾ തന്ന് നല്ല പൗരന്മാരാക്കി തീർക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ കബീർദാസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കവി കബീർദാസ് कहते हैं कि बड़े बड़े ग्रंथों को पढ़कर भी कोई व्यक्ति पंडित नहीं बन सकता, किंतु जिसने प्रेम के 2.5 अक्षर पढ़ लिए अर्थात प्रेम का महत्व समझ लिया वह महापंडित बन गया. എന്താ ഇവിടെ കവി പറഞ്ഞിരിക്കുകയാണ്, കവി കബീർദാസ് പറഞ്ഞിരിക്കുകയാണ്, ബഡേ ബഡേ ഗ്രന്ഥോം കോ പഠിക്കർ ഫി കോയി വ്യക്തി പണ്ഡിത് നഹീം ബൻ സക്ത. വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചതുകൊണ്ട് ഒരു വ്യക്തിയും ആരാവില്ല, വലിയ പണ്ഡിതനായിട്ട് മാറില്ല. കിന്തു പക്ഷേ ജിസ്നെ പ്രേമക്കെ 2.5 അക്ഷർ പഠില്ലേ, ആരാണോ പ്രേമമെന്ന 2.5 അക്ഷരം നന്നായി പഠിക്കുന്നത്, അർത്ഥാത് പ്രേമക്ക മഹത് സംശലിയ കൃത്യമായി അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്, വഹ് മഹാപണ്ഡിത് ബൻ ഗയ അങ്ങനെയുള്ള വ്യക്തി, അങ്ങനെ പ്രേമമെന്ന 2.5 അക്ഷരത്തിൻ്റെ മഹത്വം കൃത്യമായി മനസ്സിലാക്കുന്നത് ആരാണോ അവർ മഹാപണ്ഡിതനായി മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ അധ്യായത്തിലേക്ക് പോകാം. റെഡിയല്ലേ എല്ലാവരും? കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യത്തെ യൂണിറ്റിൽ ആദ്യത്തെ ഭാഗം ഒരു കഹാനിയാണ്. രമേശ് ഉപാധ്യായുടെ ഛട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്നുള്ളത്. ഛട്ട്പട്ട് ഓർ നട്ട്ഖട്ട്. ഛട്ട്പട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തൽക്ഷണം അല്ലെങ്കിൽ വേഗം, ധൃതിയായിട്ട്, വേഗത്തിൽ ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ്. നട്ട്ഖട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വികൃതി. അപ്പോൾ ചിത്രത്തിൽ 2 കുട്ടികളുടെ പിക്ചറാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ ഒരാൾ നല്ല വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളും ഒരാൾ വികൃതിയുമായിരിക്കും. ഓക്കെ, നോക്കാം എന്താണ് എന്നുള്ളത്. അപ്പോൾ എഴുത്തുകാരൻ ആരാണ്? രമേശ് ഉപാധ്യായ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. देखिए बच्चों,
रमेश उपाध्याय, उसका जन्म 1 मार्च 1942 में हुआ और उनका मृत्यु 24 अप्रैल 2021 में हुआ था। देखिए, रमेश उपाध्याय का जन्म उत्तर प्रदेश में हुआ। वे कहानी, उपन्यास, नाटक, नुक्कड़ नाटक, आलोचना आदि विधाओं में सक्रिय रहे। दंड प्रदीप, हरे फूल की खुशबू, शेष इतिहास आदि उनकी प्रमुख रचनाएं हैं। वे गणेश शंकर विद्यार्थी पुरस्कार से सम्मानित है। നോക്കിക്കേ, രമേശ് ഉപാധ്യായ് അദ്ദേഹത്തിൻ്റെ ജനനം 1942 മാർച്ച് 1 അദ്ദേഹത്തിൻ്റെ മരണം 2021 ഏപ്രിൽ 24 ഓക്കെ, നോക്കൂ, രമേശ് ഉപാധ്യായുടെ ജനനം എവിടെയാണ്? ഉത്തർപ്രദേശ് ജില്ലയിലാണ്. ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. ഉത്തർപ്രദേശിൽ 1942 മാർച്ച് 1 ആര് ജനിച്ചു? രമേശ് ഉപാധ്യായ്. അദ്ദേഹം കഹാനികാർ, ഉപന്യാസക്കാർ, നാടകക്കാർ, നുക്കഡ് നാടക്, ആലോചന ആദി വിധവുമേയും സക്രിയ രഹേ. അദ്ദേഹം എന്താണ്? കഹാനി, കഥ എഴുത്തുകാരനാണ്. ഉപന്യാസം എന്താണ്? നോവൽ എഴുതുന്ന ആളാണ്. നാടകകൃത്താണ്. നുക്കഡ് നാടകം എന്താണ്? തെരുവ് നാടകമാണ് നുക്കഡ് നാടകം. ആലോചന എന്താണ്? നിരൂപകൻ. അപ്പം നല്ലൊരു നിരൂപകനും കൂടിയാണ്. ആദ്യ വിധാവുമേയും സക്രിയ രഹേ. അദ്ദേഹം ഈ മേഖലകളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു, അല്ലേ? ദണ്ഡ് പ്രദീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ ഇതിഹാസ് ആദി ഉൻകി പ്രമുഖ രചനായ ഹൈ. ദണ്ഡ് പ്രദീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ ഇതിഹാസ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ്. വേ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനിത ഹൈ. അദ്ദേഹത്തിന് ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മരണം എപ്പോഴായിരുന്നു? 2021 ഏപ്രിൽ 24. ഓക്കെ, ഛട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന കഹാനി എഴുതിയ എഴുത്തുകാരനെ പരിചയപ്പെട്ടല്ലോ കൂട്ടുകാരെല്ലാവരും. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. एक था झटपट, एक था नटखट. झटपट बड़ा था, नटखट छोटा. बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा. दोनों स्कूल में पढ़ते थे. झटपट 5वीं में, नटखट 3री में. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. നോക്കിക്കേ കൂട്ടുകാരെ, നിങ്ങളാരും ഭയപ്പെടേണ്ട. സാധാരണ കുറേ കൂട്ടുകാർക്ക് ഹിന്ദി വളരെ പ്രയാസമുള്ളൊരു വിഷയമാണ്, അല്ലേ? പക്ഷേ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഈ പ്രാവശ്യത്തെ പാഠപുസ്തകങ്ങൾ വന്നിരിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ ഭാഷ ആദ്യമായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള അധ്യായങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അതാത് ദിവസത്തെ കാര്യങ്ങൾ അതാത് ദിവസം തന്നെ പഠിച്ച് ഹിന്ദിയുടെ ഓരോ ചാപ്റ്ററിൻ്റെയും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതും വളരെ എളുപ്പമുള്ള ഒരു വിഷയമായിട്ട് ഹിന്ദി മാറും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ? ഏക് ഥാ ഛട്ട്പട്ട്. ആദ്യത്തെ ആള് ഭയങ്കര ധൃതിയുള്ള ആളാണ്, വേഗത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഏക് ഥാ നട്ട്ഖട്ട്. എന്നാൽ അടുത്ത ആളോ? നട്ട്ഖട്ട് വികൃതി, നോട്ടി ബോയ് ആണ് ഒരാൾ. ഛട്ട്പട്ട് ബെഡാദ. അതിൽ ഛട്ട്പട്ടായിട്ടുള്ള ആള്, ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, തൽക്ഷണം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആള് ബെഡാദ. അദ്ദേഹമാണ് മൂത്തത്, അദ്ദേഹമാണ് വലുത്. നട്ട്ഖട്ട് ഛോട്ട. എന്നാൽ വികൃതിയുള്ള ആളാരാണ്? വികൃതിയായിട്ടുള്ള ആള് ഛോട്ട, ഇളയ ആളാണ്, ചെറിയ ആളാണ്. ബെഡാ കേവൽ 2 സാൽ ബെഡാദ. ഈ മുതിർന്ന ആള് അല്ലെങ്കിൽ വലിയ ആളെന്ന് പറഞ്ഞാൽ ഒരുപാട് മുതിർന്നതൊന്നുമല്ല. പിന്നെയോ 2 സാൽ ബെഡാദ, 2 വർഷത്തെ മൂപ്പ്, അത്രയേ ഉള്ളൂ, 2 വയസ്സ് കൂടുതലാണ്. ഛോട്ട കേവൽ 2 സാൽ ഛോട്ട. അപ്പോൾ ഇളയാളോ മുതിർന്ന ആളിനേക്കാളും 2 വയസ്സ് ഇളയത്. ഓക്കെ, 2 സാൽ ഛോട്ട. സാൽ മീൻസ്, സാൽ എന്താണ്? വർഷം. ഓക്കെ, 2 വർഷം. 2 സാൽ 2 വർഷം. ദോനോ സ്കൂൾ മേം പഠിത്തേ ഥേ. 2 പേരും സ്കൂളിൽ പഠിക്കുകയാണ്. ഛട്ട്പട്ട് 5वीं में. ആദ്യത്തെ ആള് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ എത്രാം ക്ലാസ്സിലാണ്? 5वीं में, കക്ഷ 5 എത്രയാ? 5. ആദ്യത്തെ ആള് മുതിർന്ന ആൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നട്ട്ഖട്ട് 3री में. എന്നാൽ വികൃതിയായിട്ടുള്ള കുട്ടി, രണ്ടാമത്തെ ആള് അല്ലെ, ഇളയ ആള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3री में, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. घर से दोनों भाई साथ साथ स्कूल जाते.
വീട്ടിൽ നിന്ന് 2 സഹോദരങ്ങളും സാത്ത് സാത്ത് ഒരുമിച്ച് എവിടേക്ക് പോകും? സ്കൂൾ ജാത്തെ, സ്കൂളിലേക്ക് പോകും. ഓർ കൂടാതെയോ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ, തിരിച്ച് 2 പേരും ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങി വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ 5ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ആൾ 3ാം ക്ലാസ്സിലാണ്. 2 പേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. 2 പേരും വീട്ടിൽ നിന്ന് ഒരുമിച്ച് പോവുകയും ഒരുമിച്ച് മടങ്ങി വരികയും ചെയ്യും. ഓക്കെ, 2 കൂട്ടുകാരെയും മനസ്സിലായല്ലോ. നമ്മുടെയൊക്കെ വീടുകളിൽ അനിയനും അനിയത്തിയൊക്കെ കാണുമല്ലേ? പലരെയും കൊണ്ട് നമ്മൾ നടന്നൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ പല സംഭവങ്ങളും നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്, അനിയന്മാരെയും അനിയത്തിമാരെയൊക്കെ കൊണ്ട്, അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. നോക്കൂ കൂട്ടുകാരെ. വേ ഏക് ഗാവ് മേ രഹത്തെ थे. स्कूल उनके गांव में नहीं, दूर दूसरे गांव में था. वहां तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था. जाते समय रास्ते में उन्हें कई चीजें मिलती थी. വേ ഏക് ഗാവ് മേ രഹത്തെ थे. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഗാവ്, ഗാവ് ഗ്രാമം. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, എന്നാൽ സ്കൂള് അവരുടെ ഗ്രാമത്തിലായിരുന്നില്ല. സ്കൂൾ ഉൻകെ, ഉൻകെ അവരുടെ, ഗാവ് മേ നഹീം അവരുടെ ഗ്രാമത്തിൽ ആയിരുന്നില്ല. ദൂർ ദൂസരെ ഗാവ് മേ ഥ, കുറച്ചകലെ, ദൂസരെ ഗാവ് മേ ഥ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു, വേറൊരു ഗ്രാമത്തിലായിരുന്നു അവരുടെ സ്കൂള്. വഹാൻ തക് അവിടേക്ക് പൈതൽ ജാനാ പഡ്താ ഥ, അവരെങ്ങനെയാ പോയിരുന്നത്? സ്കൂൾ വാനിലൊന്നും ആയിരുന്നില്ല, പിന്നെയോ പൈതൽ, പൈതൽ കാൽനടയായിട്ട് നടന്നാണ് പോയിരുന്നത്. ഓർ പൈതൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥ, തിരികെ വന്നിരുന്നതും എങ്ങനെ തന്നെയാണ്? നടന്നു തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ സഹോദരങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത്? കാൽനടയായിട്ട്, അല്ലേ? നടന്നാണ് അവരെ സ്കൂളിലേക്ക് പോയിരുന്നത്. ജാത്തെ സമയ രാസ്തേമേ ഉനെ കൈ ജീസേ മിൽത്തീതി, പോകുന്ന സമയത്ത് വഴിയിൽ അവർ ഒരുപാട് സാധനങ്ങൾ, ജീസയും സാധനങ്ങൾ മിൽത്തീതിയും കാണുമായിരുന്നു. നമുക്കറിയാം, നമ്മൾ നടന്ന് പോകുമ്പോൾ വഴിയോരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ പോയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? പോഖർ, പോഖർ എന്താ? പോഖർ മീൻസ് താലാബ്, താലാബ് കുളം, പോഖർ താലാബ് കുളം. പിന്നെയോ ബർഗദ്, ബർഗദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഡ് വൃക്ഷം, വലിയ വൃക്ഷം. ഈ ആൽമരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആൽമരങ്ങൾ, അതുപോലത്തെ വഡ് വൃക്ഷം, അതാണ് ബർഗദ്. ഖേത്ത്, ഖേത്ത് വയല്. ബാഗ്, നാല और नदी. वापस आने पर फिर रास्ते में उन्हें कई चीजें मिलती थी. नदी, नाला, बाग, खेत, बरगद और पोखर. നോക്കൂ, അപ്പോൾ ഖേത്ത് വയൽ, അല്ലേ? ബാഗ്, ബാഗ് ബഗീച്ച, പൂന്തോട്ടം. നാല, നാല മീൻസ് അരുവി ഉണ്ടല്ലോ, അരുവി, ചെറിയ വെള്ളം ഒഴുകി വരുന്ന ഭാഗം, ചോട്ടാജൽ പ്രവാഹം, ആ ഭാഗത്തെയാണ് നാല എന്ന് പറയുന്നത്, ചെറിയൊരു അരുവി. ഓർ നദി, പിന്നെ നദിയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവരെന്തൊക്കെ കാണുന്നു അതൊക്കെ തിരികെ വരുമ്പോഴും കാണണം, അല്ലേ? അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർ പോഖറും ബർഗദും ഖേത്തും ബാഗും നാലായും നദിയും ഒക്കെ കണ്ടാ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴും ഇതൊക്കെ എന്ത് ചെയ്യണം? കാണണം, അല്ലേ? നോക്കൂ, വാപ്പസ് ആനെ പർ ഫി രാസ്തമേ ഉനെ കൈ ജീസേ മിൽത്തേ ഥി. വാപ്പസ് ആന മടങ്ങി വരിക, മടങ്ങി വരുന്ന സമയത്തും ഉനെ കൈ ജീസേ മിൽത്തേ ഥി, അവരെന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും കാണുന്നുണ്ട്. എന്തൊക്കെയാ? നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് और പോഖർ. ക്ലിയർ? അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഓർഡറിനെ നേരെ റിവേഴ്സായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഈ സെൻറ്റൻസിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ 2 സഹോദരങ്ങളും കൂടി സ്കൂളിലേക്ക് പോകുമ്പോൾ പല പല കാഴ്ചകൾ കണ്ടാണ് പോകുന്നത്. മടങ്ങി വരുമ്പോഴും അവർ ഈ കാഴ്ചകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ ഇത്തിരി ലെങ്ത് ആയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ തുടർന്നുള്ള പാരഗ്രാഫുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.